എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓംനി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2025 ജാനുവരിയിൽ നടന്ന KSR ലോവർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. First question, KSR Part 3 shall be deemed to have come into force from dash. KSR Part 3 എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നതെന്നതാണ് ചോദ്യം. KSRന് 3 പാർട്ടുകളുണ്ട് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഒന്നാമത്തെ പാർട്ടിൽ സർവീസ് സംബന്ധമായ പൊതുകാര്യങ്ങളും, രണ്ടാമത്തെ പാർട്ടിൽ ട്രാവലിംഗ് അലവൻസ് സംബന്ധിച്ച കാര്യങ്ങളും, മൂന്നാമത്തെ പാർട്ടിൽ പെൻഷൻ സംബന്ധിച്ച കാര്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പാർട്ട് 1, പാർട്ട് 2 എന്നിവ നിലവിൽ വന്നത് 1959 നവംബർ മാസം 1 മുതലാണ്. എന്നാൽ പാർട്ട് 3യും അതോടൊപ്പമാണ് നിലവിൽ വന്നതെങ്കിലും അതിന് 1956 നവംബർ മാസം 1-ാം തീയതി മുതൽ പ്രാബല്യം നൽകിയിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കുക. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, 1 നവംബർ 1956. അടുത്ത ചോദ്യം, ആൻ ഓഫീസേഴ്സ് ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഈസ് 30th April 2024. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 23 years of qualifying service, he was permitted at his request to retire from service on 31st August 2022. What is the pension to which he is eligible for? ഒരു ഉദ്യോഗസ്ഥന്റെ റിട്ടയർമെന്റ് തീയതി 30/4/2024 ആണ്. എന്നാൽ 23 വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ അപേക്ഷ പരിഗണിച്ച് 31/8/2022 റിട്ടയർമെന്റ് അനുവദിക്കുകയുണ്ടായി. എങ്കിൽ താഴെ പറയുന്നവയിൽ ഏതു തരത്തിലുള്ള പെൻഷനാണ് അദ്ദേഹത്തിന് അർഹതയുള്ളതെന്നതാണ് ചോദ്യം. 4 തരം പെൻഷനെ കുറിച്ച് മുൻ ക്ലാസുകളിൽ നമ്മൾ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. അവ ഇൻവാലിഡ് പെൻഷൻ, റിട്ടയറിംഗ് പെൻഷൻ, സൂപ്പറാനുവേഷൻ പെൻഷൻ, കോമ്പൻസേഷൻ പെൻഷൻ എന്നിവയാണ്. ഇവിടുത്തെ ചോദ്യം പരിശോധിച്ചാൽ അദ്ദേഹം റിട്ടയർമെന്റ് തീയതിക്ക് മുമ്പേ തന്നെ സ്വയം അപേക്ഷ നൽകി റിട്ടയർമെന്റ് വാങ്ങുകയായിരുന്നു എന്ന് കാണാം. അതായത് 2024 റിട്ടയർ ആകേണ്ടിയിരുന്ന അദ്ദേഹം സ്വയം റിട്ടയർമെന്റിന് അപേക്ഷ നൽകിയതിനെ തുടർന്ന് 2022 റിട്ടയർമെന്റ് നൽകുകയുണ്ടായി. ഇത്തരത്തിൽ സ്വയം അപേക്ഷ നൽകി സർവീസിൽ നിന്നും വിരമിക്കുന്നതിനെയാണ് റിട്ടയറിംഗ് പെൻഷൻ അഥവാ വോളണ്ടറി റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, റിട്ടയറിംഗ് പെൻഷൻ. KSR പാർട്ട് 3 റൂൾ 56 ഇക്കാര്യം വിശദീകരിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദ അതോറിറ്റി ഹു പെർമിറ്റ്സ് ദ വോളണ്ടറി റിട്ടയർമെന്റ് ഓഫ് ആൻ ഓഫീസർ ഈസ്. അതായത് വോളണ്ടറി റിട്ടയർമെന്റിന് അനുമതി നൽകുന്നതിനുള്ള അധികാരം ആർക്കാണെന്നതാണ് ചോദ്യം. KSR പാർട്ട് 3 റൂൾ 56 പ്രകാരം ഒരു ഉദ്യോഗസ്ഥന് വോളണ്ടറി റിട്ടയർമെന്റ് അനുവദിക്കേണ്ടത് അപ്പോയിന്റിംഗ് അതോറിറ്റി അഥവാ നിയമന അധികാരിയാണ്. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, അപ്പോയിന്റിംഗ് അതോറിറ്റി. എന്നാൽ PSC തന്നിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ എ അഥവാ ഗവൺമെന്റ് എന്നാണ്. എന്നാൽ KSR പാർട്ട് 3 റൂൾ 56 സബ് റൂൾ 6 പ്രകാരം അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കാത്ത കേസുകളിൽ മാത്രമാണ് സർക്കാരിന്റെ പരിഗണനയ്ക്കായി അയക്കുന്നത് എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗവൺമെന്റ് സർവന്റ് retired on superannuation on 31st December 2022. He has a total service of 30 years, of which the first 10 years of
part-time contingent service. What is the total qualifying service for pension? അതായത് ഒരു ജീവനക്കാരൻ്റെ റിട്ടയർമെൻറ്റ് തീയതി 31/12/2022 ആണ്. അദ്ദേഹത്തിന് ആകെ 30 വർഷത്തെ സർവീസ് ഉള്ളതിൽ 10 വർഷം പാർട്ട് ടൈം കണ്ടീജന്റ് ജീവനക്കാരനായാണ് വർക്ക് ചെയ്തിരുന്നത്. എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആകെ ക്വാളിഫയിങ് സർവീസ് എത്ര വർഷമാണെന്നതാണ് ചോദ്യം. ഒരു ജീവനക്കാരൻ പാർട്ട് ടൈം കണ്ടീജന്റ് ജീവനക്കാരനായി വർക്ക് ചെയ്യുകയും പിന്നീട് റെഗുലർ സർവീസിലേക്ക് നിയമിക്കപ്പെടുകയും ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പാർട്ട് ടൈം കണ്ടീജന്റ് സർവീസ് കാലയളവിൻ്റെ പകുതി വർഷം ക്വാളിഫയിങ് സർവീസായി കണക്കാക്കുന്നതാണ്. ഇവിടെ അദ്ദേഹത്തിന് ആകെ 30 വർഷം സർവീസ് ഉണ്ടെങ്കിലും അതിൽ 10 വർഷം പാർട്ട് ടൈം കണ്ടീജന്റ് ജീവനക്കാരനായാണ് വർക്ക് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 വർഷം പാർട്ട് ടൈം കണ്ടീജന്റ് ജീവനക്കാരനായി വർക്ക് ചെയ്തതിനാൽ അതിൻ്റെ പകുതി കാലം, അതായത് 5 വർഷമാണ് ക്വാളിഫയിങ് സർവീസായി പരിഗണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 20 വർഷത്തെ റെഗുലർ സർവീസിനോടൊപ്പം 5 വർഷത്തെ പാർട്ട് ടൈം കണ്ടീജന്റ് കാലയളവും കൂടി പരിഗണിക്കുമ്പോൾ ആകെ 25 വർഷമാണ് അദ്ദേഹത്തിന് ക്വാളിഫയിങ് സർവീസായി ലഭ്യമാകുന്നത്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി 25 ഇയേഴ്സ്. KSR പാർട്ട് 3 റൂൾ 14A ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി 25 ഇയേഴ്സ്. KSR പാർട്ട് 3 റൂൾ 14A ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ആൻ ഓഫീസർ വിത്ത് ക്വാളിഫയിങ് സർവീസ് 15 ഇയേഴ്സ് retired from service on 31st December 2020. His average emolument for pension is 32,000. What is his monthly pension? 15 വർഷത്തെ സർവീസുള്ള ഒരു ജീവനക്കാരൻ 31/12/2022 സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശരാശരി ശമ്പളം അഥവാ ആവറേജ് എമോളുമെൻറ്റ്സ് എന്നത് 32,000 രൂപയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രതിമാസ പെൻഷനായി എത്ര രൂപ ലഭിക്കും എന്നതാണ് ചോദ്യം. പെൻഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല എന്നത് ശരാശരി ശമ്പളം ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ക്വാളിഫയിങ് സർവീസ് ബൈ 30 ആണ്. ഇവിടെ ശരാശരി ശമ്പളം 32,000 രൂപയും ക്വാളിഫയിങ് സർവീസ് 15 വർഷവുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രതിമാസ പെൻഷൻ എന്നത് 32,000 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 30 ഈക്വൽസ് 8,000 എന്ന് കിട്ടും. ഇത് നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. ഉത്തരം 8,000 എന്ന് കിട്ടിയതിനാൽ നമ്മൾ പെട്ടെന്ന് ഓപ്ഷൻ ബി ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഏറ്റവും പുതിയ പെൻഷൻ പരിഷ്കരണ ഉത്തരവ് പ്രകാരം ഏറ്റവും കുറഞ്ഞ പെൻഷൻ അഥവാ മിനിമം പെൻഷൻ എന്നത് 11,500 രൂപയാണ് എന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8,000 രൂപയാണ് കിട്ടുന്നതെങ്കിലും അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ മിനിമം പെൻഷനായ 11,500 രൂപയാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ 11,500 രൂപ. ഇത്തരത്തിൽ നമ്മളെ തെറ്റിക്കുന്ന തരത്തിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിനാൽ വളരെ ശ്രദ്ധയോടെ വേണം ഉത്തരം എഴുതേണ്ടത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഫോം ഇൻ വിച്ച് ആപ്ലിക്കേഷൻ ഫോർ നോമിനേഷൻ ഫോർ പേയ്മെൻറ്റ് ഓഫ് അരിയേഴ്സ് ഓഫ് പെൻഷൻ ഈസ് ടു ബി സബ്മിറ്റഡ്? പെൻഷൻ കുടിശ്ശികയ്ക്കുള്ള നോമിനേഷൻ നൽകുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതു ഫോമിലാണെന്നതാണ് ചോദ്യം. KSR വോള്യം 2 അവസാന ഭാഗത്ത് ഫോംസ് എന്നൊരു പോർഷൻ ഉണ്ട്. അത് പരിശോധിച്ചാൽ പെൻഷൻ കുടിശ്ശിക അടയ്ക്കുന്നതിനുള്ള നോമിനേഷൻ സമർപ്പിക്കുന്നത്
ഫോം നമ്പർ 16 കാണാം. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, ഫോം നമ്പർ 16. അടുത്ത ചോദ്യം, ആവറേജ് എമോൾമെൻറ്റ് ഫോർ പെൻഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ബേസിക് പേ ഡ്രാൻ ഫോർ ദ ലാസ്റ്റ് ഡേഷ് മന്ത് ഓഫ് സർവീസ്. പെൻഷൻ കണക്കാക്കുന്നതിനുള്ള ആവറേജ് എമോൾമെൻറ്റ്സ് കാണുന്നതിന് അവസാനത്തെ എത്ര മാസത്തെ ശമ്പളമാണ് കണക്കിലെടുക്കുന്നതെന്നതാണ് ചോദ്യം. KSR പാർട്ട് 3 റൂൾ 63 പ്രകാരം ആവറേജ് എമോൾമെൻറ്റ്സ് കണക്കാക്കുന്നതിന് അവസാനത്തെ 10 മാസത്തെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ ശരാശരിയാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, 10 months. അവസാനത്തെ 10 മാസത്തെ ശമ്പളം കണക്കാക്കുന്നതിന് ക്വാളിഫയിങ് സർവീസ് പീരീഡ് മാത്രമാണ് കണക്കാക്കുന്നതെന്നത് ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാരണവശാൽ അവസാന 10 മാസത്തിനുള്ളിൽ ക്വാളിഫയിങ് സർവീസ് കാലയളവ് ഇല്ലാതെ വന്നാൽ അത്രയും കാലം പുറകിലോട്ട് കണക്കാക്കേണ്ടതാണ്. അതായത് അവസാനത്തെ 10 മാസത്തെ ശമ്പളം പരിഗണിക്കുമ്പോൾ ഇടയിൽ 6 മാസം LWA വന്നതായി കണ്ടാൽ ആ 6 മാസം ഒഴിവാക്കിയ ശേഷം പുറകിലേക്ക് വീണ്ടും 6 മാസം കൂടെ എടുക്കേണ്ടതാണെന്നത് പ്രത്യേകം ഓർക്കുക. അടുത്ത ചോദ്യം, ദ മിനിമം സർവീസ് റിക്വയർഡ് ഫോർ സൂപ്പർ ആനുവേഷൻ പെൻഷൻ ഈസ് ഡേഷ്. സൂപ്പർ ആനുവേഷൻ പെൻഷന് വേണ്ട മിനിമം സർവീസ് കാലയളവ് എത്ര വർഷമാണെന്നതാണ് ചോദ്യം. ഒരു ഉദ്യോഗസ്ഥന് പെൻഷൻ ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കുറഞ്ഞത് 10 വർഷത്തെ ക്വാളിഫയിങ് സർവീസ് ഉണ്ടായിരിക്കണമെന്നതാണ് വ്യവസ്ഥ. എന്നാൽ KSR പാർട്ട് 3 റൂൾ 57 പ്രകാരം 9 വർഷവും 1 ദിവസവും ഉണ്ടെങ്കിലും അതിനെ 10 വർഷമായി പരിഗണിച്ച് മിനിമം പെൻഷൻ അനുവദിക്കുന്നതാണ്. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി, 9 years and 1 day. ഇതുപോലെ തന്നെ 30 വർഷത്തെ സർവീസ് ഉള്ളവർക്കാണ് ഫുൾ പെൻഷൻ ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. ഇങ്ങനെ 30 വർഷം കണക്കാക്കുമ്പോൾ 29 വർഷവും 1 ദിവസവും ഉണ്ടെങ്കിലും 30 വർഷമായി പരിഗണിക്കുന്നതാണ് എന്നതും ഓർക്കുക. അടുത്ത ചോദ്യം, ദ മാക്സിമം ലിമിറ്റ് ഓഫ് DCRG ഫ്രം 1st April 2021 ഈസ് ഡേഷ്. 2021 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ പരമാവധി DCRG എത്ര രൂപയാണെന്നതാണ് ചോദ്യം. ഏറ്റവും പുതിയ ശമ്പള പരിഷ്കരണ ഉത്തരവ് പ്രകാരം പരമാവധി DCRG എന്നത് 17 ലക്ഷം രൂപയാണ്. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, 17 lakhs. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് പെൻഷൻ ദാറ്റ് ക്യാൻ ബി കമ്മ്യൂട്ടഡ്. അതായത് ഒരു ഉദ്യോഗസ്ഥന് കമ്മ്യൂട്ട് ചെയ്യാവുന്ന പരമാവധി പെൻഷൻ എത്ര ഭാഗമാണെന്നതാണ് ചോദ്യം. ഒരു പെൻഷനർക്ക് അദ്ദേഹത്തിൻ്റെ പെൻഷൻ്റെ നിശ്ചിത ഭാഗം മുൻകൂറായി ഒരുമിച്ച് വാങ്ങാവുന്നതാണ്. ഇതിനെയാണ് പെൻഷൻ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. KSR പാർട്ട് 3 ഭാഗമായ അപ്പൻഡിക്സ് 10 പെൻഷൻ കമ്മ്യൂട്ടേഷനെ കുറിച്ച് പറയുന്നത്. അതുപ്രകാരം ഒരു ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ പെൻഷൻ്റെ പരമാവധി 40% കമ്മ്യൂട്ട് ചെയ്യാവുന്നതാണ്. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി, 40%. അടുത്ത ചോദ്യം, the pension ceases to be payable if it remains undrawn for more than dash years. എത്ര വർഷത്തിൽ കൂടുതൽ പെൻഷൻ പിൻവലിക്കാതിരുന്നാലാണ് അത് താൽക്കാലികമായി നിർത്തലാക്കുന്നതെന്നതാണ് ചോദ്യം. ഈ ചോദ്യം നിരവധി ചോദ്യപേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് തുടർച്ചയായി 3 വർഷത്തിൽ കൂടുതൽ പെൻഷൻ പിൻവലിക്കാതിരുന്നാലാണ് അത് സീസ് ചെയ്യപ്പെടുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി, 3 years. KSR പാർട്ട് 3
റൂൾ 135 ഇക്കാര്യം വിശദമാക്കിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ഇൻ ദ കേസ് ഓഫ് സൂപ്പറാനുവേഷൻ പെൻഷൻ ഇഫ് ദ ആപ്ലിക്കേഷൻ ഫോർ കമ്മ്യൂട്ടേഷൻ ഈസ് മെയ്ഡ്. പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുന്നതിന് അപേക്ഷ നൽകുന്ന കേസുകളിൽ സൂപ്പർ ആനുവേഷന് ശേഷം എത്ര വർഷത്തിനുള്ളിൽ അപേക്ഷ നൽകിയാലാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാത്തതെന്നതാണ് ചോദ്യം. പെൻഷൻ കമ്മ്യൂട്ടേഷന് അപേക്ഷ നൽകുമ്പോൾ വൈദ്യ പരിശോധന ആവശ്യമാണെന്ന കാര്യം നമുക്കറിയാം. എന്നാൽ സൂപ്പർ ആനുവേഷന് ശേഷം 1 വർഷത്തിനുള്ളിൽ കമ്മ്യൂട്ടേഷന് അപേക്ഷ നൽകുകയാണെങ്കിൽ വൈദ്യപരിശോധന ആവശ്യമില്ല എന്നതാണ് വ്യവസ്ഥ. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, വിതിൻ 1 year ഓഫ് ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്. പെൻഷൻ കമ്മ്യൂട്ടേഷനെ കുറിച്ച് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അപ്പൻഡിക്സ് 10 എന്ന് നമുക്കറിയാം. അതിലെ സബ് റൂൾ 5A ഇക്കാര്യം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. When an employee is allowed to retire from service while in leave not due, the retirement will be effective from dash. ലീവ് നോട്ട് ഡ്യൂവിലായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് റിട്ടയർമെന്റ് അനുവദിക്കുമ്പോൾ പ്രസ്തുത റിട്ടയർമെന്റ് എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതെന്നതാണ് ചോദ്യം. 20 വർഷം പൂർത്തിയായ ജീവനക്കാർക്കാണ് സർവീസിൽ നിന്നും സ്വയം വിരമിക്കാവുന്നത് എന്ന കാര്യം നമുക്കറിയാം. അങ്ങനെ ഇത്തരത്തിൽ വിരമിക്കുന്നതിനെയാണ് വോളണ്ടറി റിട്ടയർമെന്റ് അഥവാ റിട്ടയറിംഗ് പെൻഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ റിട്ടയർ ചെയ്യുന്നതിന് അപ്പോയിൻറ്റിംഗ് അതോറിറ്റി മുമ്പാകെയാണ് അപേക്ഷ നൽകേണ്ടത്. ഇങ്ങനെ നൽകുന്ന അപേക്ഷ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി അംഗീകരിക്കുന്ന തീയതി മുതലാണ് റിട്ടയർമെൻറ്റ് നിലവിൽ വരുന്നത്. അപ്പോൾ ഓർക്കുക, സർവീസിൽ 20 വർഷം പൂർത്തിയായ ജീവനക്കാർക്കാണ് സ്വയം വിരമിക്കാവുന്നത്. എന്നാൽ ഇങ്ങനെ റിട്ടയർമെൻറ്റ് ലഭിച്ച ജീവനക്കാരൻ ലീവ് നോട്ട് ഡ്യൂ എടുത്തിരിക്കുകയാണെങ്കിൽ എന്നു മുതലാണോ ലീവ് നോട്ട് ഡ്യൂ എടുത്തത് ആ തീയതി മുതൽ അദ്ദേഹം സർവീസിൽ നിന്നും റിട്ടയർ ആയതായി കണക്കാക്കുന്നതാണ്. അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ലീവ് നോട്ട് ഡ്യൂ. KSR പാർട്ട് 3 റൂൾ 56 ഇക്കാര്യം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, the minimum qualifying service required for a pensioner for the admissibility of death cum retirement gratuity is dash. Death cum retirement gratuity അഥവാ DCRG ലഭിക്കുന്നതിന് ഒരു ജീവനക്കാരന് ഏറ്റവും കുറഞ്ഞത് എത്ര വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണം എന്നതാണ് ചോദ്യം. KSR പാർട്ട് 3 റൂൾ 66 പ്രകാരം ഏറ്റവും കുറഞ്ഞത് 5 വർഷത്തെ ക്വാളിഫയിങ് സർവീസുള്ള ജീവനക്കാർക്ക് മാത്രമേ DCRG ലഭിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി, 5 years. ഒരു ഉദ്യോഗസ്ഥൻ പൂർത്തിയാക്കുന്ന ഓരോ വർഷ സർവീസിനും പകുതി എന്ന നിലയിലാണ് DCRG അനുവദിക്കുന്നത്. DCRGക്കായി കണക്കാക്കാവുന്ന പരമാവധി സർവീസ് 33 വർഷമാണ്. അങ്ങനെ വരുമ്പോൾ 33 വർഷം പൂർത്തിയാക്കിയ ഒരു ജീവനക്കാരന് ആവറേജ് എമോൾമെൻറ്റിൻ്റെ 16.5 മടങ്ങ് തുക DCRG ആയി ലഭിക്കും. ഏറ്റവും പുതിയ പെൻഷൻ പരിഷ്കരണ ഉത്തരവ് പ്രകാരം പരമാവധി DCRG എന്നത് 17 ലക്ഷം രൂപയാണ്. അടുത്ത ചോദ്യം, എ പെൻഷനർ കമ്മ്യൂട്ടഡ് എ പോർഷൻ ഓഫ് ഹിസ് പെൻഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ റിട്ടയർമെന്റ് when he is 60 years of age. Commutation factor 9.81. The commuted portion of pension will be restored after a period of dash. ഒരു പെൻഷനർ അദ്ദേഹത്തിന് 60 വയസ്സായപ്പോഴേക്കും പെൻഷൻ കമ്മ്യൂട്ടേഷന് അപേക്ഷ നൽകുകയുണ്ടായി. കമ്മ്യൂട്ടേഷൻ ഫാക്ടർ 9.81 ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂട്ടേഷൻ പോർഷൻ എത്ര വർഷത്തിനു ശേഷമാണ് പുനഃസ്ഥാപിക്കുന്നതെന്നതാണ് ചോദ്യം.
ഒരു പെൻഷനർ അദ്ദേഹത്തിൻ്റെ പ്രതിമാസ പെൻഷൻ്റെ ഒരു ഭാഗം മുൻകൂറായി ഒരുമിച്ച് വാങ്ങുന്നതിനെയാണ് പെൻഷൻ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു പെൻഷനർക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിമാസ പെൻഷൻ്റെ പരമാവധി 40% തുക കമ്മ്യൂട്ട് ചെയ്യുന്നതിനും സാധിക്കും. ഇങ്ങനെ കമ്മ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള 60% തുകയാണ് പ്രതിമാസ പെൻഷനായി അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇവിടെ കമ്മ്യൂട്ടഡ് പോർഷൻ എത്ര വർഷത്തിനു ശേഷം പുനഃസ്ഥാപിക്കുമെന്നതാണ് ചോദ്യം. അതായത് എത്ര വർഷത്തിന് ശേഷമാണ് മുഴുവൻ പെൻഷൻ തുകയും പ്രതിമാസം ലഭിച്ചു തുടങ്ങുന്നു എന്നതാണ് ചോദ്യം. ഇത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിനായി കമ്മ്യൂട്ടേഷൻ ഫാക്ടർ പരിശോധിക്കുക. ഇവിടെ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ 9.81 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ എത്രയാണോ അതിൻ്റെ തൊട്ടടുത്ത പൂർണ്ണസംഖ്യ ആയിരിക്കും ആൻസർ. 9.81ൻ്റെ തൊട്ടടുത്ത പൂർണ്ണസംഖ്യ എന്നത് 10 ആണ്. അതിനാൽ തന്നെ 10 വർഷം വരെ അദ്ദേഹത്തിന് പ്രതിമാസം 60% തുക മാത്രമേ ലഭിക്കുകയുള്ളൂ. 10 വർഷങ്ങൾക്ക് ശേഷം പ്രതിമാസം ഫുൾ പെൻഷൻ ലഭിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ 10 years. അടുത്ത ചോദ്യം, ദ ഫ്രാക്ഷൻ ഓഫ് ലെസ് ദാൻ എ ഹാഫ് ഇയർ will be rounded to the next completed year for the calculation of qualifying service for dash. ക്വാളിഫയിങ് സർവീസ് കണക്കാക്കുമ്പോൾ 6 മാസത്തിൽ കുറഞ്ഞ ഫ്രാക്ഷനുകൾ ഒരു പൂർണ്ണവർഷമായി റൗണ്ട് ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ഏതു കേസുകളിലാണെന്നതാണ് ചോദ്യം. പെൻഷന് വേണ്ടിയുള്ള ക്വാളിഫയിങ് സർവീസ് കണക്കാക്കുന്നതിന് 2 തരത്തിലുള്ള റൗണ്ടിംഗ് ആണുള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്ന് സാധാരണ റൗണ്ടിങ്ങും രണ്ടാമത്തേത് സ്പെഷ്യൽ റൗണ്ടിങ്ങും ആണ്. ഇക്കാര്യങ്ങൾ നിരവധി ചോദ്യങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരത്തിൽ വീണ്ടും പറയുന്നത് നിങ്ങൾക്കവ കൃത്യമായി ഓർമ്മയിരിക്കുന്നതിന് വേണ്ടിയാണെന്ന് ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ ക്വാളിഫയിങ് സർവീസ് കണക്കാക്കുമ്പോൾ 6 മാസത്തിൽ കുറഞ്ഞ കാലയളവുകളെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ 6 മാസമോ അതിൽ കൂടുതലോ മാസങ്ങൾ വരികയാണെങ്കിൽ അതിന് 1 വർഷമായി കൗണ്ട് ചെയ്യും. ഉദാഹരണമായി 19 വർഷവും 3 മാസവുമാണ് വരുന്നതെങ്കിൽ അതിനെ 19 വർഷമായി കണക്കാക്കും. എന്നാൽ 19 വർഷവും 6 മാസവും വന്നാൽ അതിനെ 20 വർഷമായിട്ടാണ് റൗണ്ട് ചെയ്യുന്നത്. ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നതിനെയാണ് ഓർഡിനറി റൗണ്ടിംഗ് എന്ന് പറയുന്നത്. എന്നാൽ മിനിമം പെൻഷൻ, മാക്സിമം പെൻഷൻ, മാക്സിമം DCRG എന്നിവയ്ക്കായി ക്വാളിഫയിങ് സർവീസ് കണക്കാക്കുമ്പോൾ നമ്മൾ സ്പെഷ്യൽ റൗണ്ടിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് മിനിമം പെൻഷൻ ലഭിക്കുന്നതിന് 10 വർഷം സർവീസ് ഉണ്ടായിരിക്കണം എന്ന് നമുക്കറിയാം. അതിനാൽ ക്വാളിഫയിങ് സർവീസ് കണക്കാക്കുമ്പോൾ 9 വർഷവും 1 ദിവസവും ഉണ്ടെങ്കിലും അതിനെ 10 വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ 29 വർഷവും 2 മാസവും എന്നുള്ളത് 30 വർഷമായാണ് റൗണ്ട് ചെയ്യുന്നത്. DCRG കണക്കാക്കുന്നതിന് 32 വർഷവും 1 മാസവും എന്നുള്ളത് 33 വർഷമായി കണക്കാക്കും. അതായത് സ്പെഷ്യൽ റൗണ്ടിങ്ങിന് എത്രയെങ്കിലും വർഷത്തോടൊപ്പം 1 ദിവസമെങ്കിലും ഉണ്ടെങ്കിലും അതിനെയും 1 വർഷമായി റൗണ്ട് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ചോദ്യം 6 മാസത്തിൽ കുറഞ്ഞ ദിവസങ്ങൾ 1 വർഷമായി റൗണ്ട് ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ഏതു കേസുകളിലാണെന്നതാണ്. ഓപ്ഷൻ എ എന്നത് മാക്സിമം സർവീസ് ഫോർ പെൻഷൻ എന്നതാണ്. ഓപ്ഷൻ ബി എന്നത് മിനിമം സർവീസ് ഫോർ പെൻഷൻ എന്നതുമാണ്. ഇവ രണ്ടിലും സ്പെഷ്യൽ റൗണ്ടിംഗ് ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇവ രണ്ടും ശരി ഉത്തരമാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. KSR പാർട്ട് 3 റൂൾ 57 ഇക്കാര്യം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഹൂ ഈസ് ഓതറൈസ്ഡ് ടു ഇഷ്യൂ പെൻഷൻ ഓർഡർ? പെൻഷൻ പേയ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആരാണെന്നതാണ് ചോദ്യം.
അക്കൗണ്ടന്റ് ജനറൽ ആണ് പെൻഷൻ പേയ്മെന്റ് ഓർഡർ നൽകുന്നത് എന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, അക്കൗണ്ടന്റ് ജനറൽ. അടുത്ത ചോദ്യം, ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് DCRG 32 years and 1 day would be reckoned as dash. DCRG കണക്കാക്കുന്ന കേസുകളിൽ 32 വർഷവും 1 ദിവസവും എന്നുള്ളത് എത്രയായി കണക്കാക്കും എന്നതാണ് ചോദ്യം. ഇക്കാര്യം മുൻ ചോദ്യത്തിൽ നമ്മൾ പഠിച്ചതാണ്. മാക്സിമം DCRG കണക്കാക്കുന്നതിന് നമ്മൾ സ്പെഷ്യൽ റൗണ്ടിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ 32 വർഷവും 1 ദിവസവും എന്നുള്ളതിനെ 33 വർഷമായിട്ടാണ് റൗണ്ട് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, 33 years. അടുത്ത ചോദ്യം, ടെർമിനൽ സറണ്ടർ ഓഫ് ഏൺ ലീവ് ഈസ് ഇൻഅഡ്മിസിബിൾ ഫോർ. ഏൺ ലീവിന്റെ ടെർമിനൽ സറണ്ടർ താഴെ കാണുന്നവയിൽ ഏതിനാണ് ബാധകമല്ലാത്തതെന്നതാണ് ചോദ്യം. സർവീസിൽ നിന്നും രാജിവെച്ചു പോകുന്ന ഒരു ഉദ്യോഗസ്ഥന് യാതൊരു വിധത്തിലുള്ള സർവീസ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതല്ല എന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ, റെസിഗ്നേഷൻ. അടുത്ത ചോദ്യം, റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയ് ഡൈഡ് ഓൺ 16th January 2023. His family will get family pension from ഡേഷ്. സർവീസിൽ നിന്നും വിരമിച്ച ഒരു വ്യക്തി 16/1/2023 മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എന്നു മുതലാണ് ഫാമിലി പെൻഷൻ ലഭിക്കുന്നത് എന്നതാണ് ചോദ്യം. ഒരു പെൻഷനർ എന്നു മുതലാണോ മരണപ്പെടുന്നത് അതിന്റെ തൊട്ടടുത്ത മാസം ആദ്യ ദിവസം മുതലാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഫാമിലി പെൻഷൻ അനുവദിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, 1st February 2023. പെൻഷൻ ലഭിക്കുന്നത് എല്ലാ മാസവും അഡ്വാൻസ് ആയിട്ടാണെന്ന് നമുക്കറിയാം. ഇവിടുത്തെ ചോദ്യം പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ജനുവരി മാസത്തെ പെൻഷൻ മുൻകൂറായി ലഭിച്ചിട്ടുണ്ട്. അതിനാലാണ് ആ മാസം മരണപ്പെട്ടാലും തൊട്ടടുത്ത മാസം മുതൽ ഫാമിലി പെൻഷൻ ലഭിക്കുന്നത് എന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.